പിന്നെ മകളെ ഇങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടന്ന് ഇങ്ങനെ കുറെ പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഉണ്ടാക്കുന്ന പൈസ കറക്റ്റ് ആയിട്ട് നീ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. എന്റെ അക്കൗണ്ട് വേണം, ഞാൻ ഗൂഗിൾ പേയില് കാണിച്ചു തരാന്ന് പറഞ്ഞ. ഈ മിനിഞ്ഞാന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഇച്ചിരി കടം മേടിച്ചുകൊണ്ട് കറക്റ്റ് 21,500 അക്കൗണ്ടിലുണ്ട്. അത് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 20,000 1,500 ആയിരുന്നു എന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത്. നീ ഉണ്ടാക്കുന്ന പൈസയൊക്കെ എന്തേ? ചേച്ചി പൈസ ഉണ്ടാക്കുന്നത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. ആകെ ഒരു 2 ഷോ അല്ല 1 ഷോയെ ചെയ്യുന്നുള്ളൂ. അതിന് കിട്ടുന്ന പൈസക്ക് വീട്ടില് എന്ത് ചെലവെന്ന് ഇപ്പൊ അമ്മ കമന്റ് ചെയ്യും. അങ്ങനെയല്ല, എന്നുവെച്ചാ പെട്രോൾ അടിച്ചു പോകുന്നു, പിന്നെ അല്ലാതെ നമ്മുടെ ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് ഇൻവെസ്റ്റ്മെന്റ്സും സേവിങ്സും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്കില്ല. ഞാൻ ഒരു വീഡിയോയിൽ ഒരിക്കൽ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞായിരുന്നു, ആണാനും പെണ്ണാണെങ്കിലും സേവ് ചെയ്ത് വെക്കണം എന്നുള്ളത്. അത് എന്റെ ജീവിതത്തിന്റെ കഥ കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോഴേ സേവ് ചെയ്യണം. അതെ, അപ്പൊ ഇനി മുതലെങ്കിലും വലിയതായിട്ടുള്ള തുകയൊന്നും വേണ്ട, നിന്നെ കൊണ്ട് പറ്റുന്ന എന്താണോ ഒരു മാസം എന്നുള്ളത് ഏറ്റവും നല്ലത്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് കേക്കട്ടെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത്. പറഞ്ഞുതരാം. ഞാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഞാനും അവരുടെ ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞുതരാം. എല്ലാരും പറയാം അതൊക്കെ ഭയങ്കര യങ് ഏജിൽ തുടങ്ങണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ യങ് ഏജിൽ തുടങ്ങാനോ? ഇപ്പോഴെങ്കിലും തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യാം, അത്രേ ഉള്ളൂ. തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസ്, അവരുടെ മ്യൂച്വൽ ഫണ്ട്സ് SIP ഉണ്ട്. അവരുടെ കുറെ സ്കീമുണ്ട്. നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ളത് അവർ നമുക്ക് പറഞ്ഞുതരും. ഞാൻ ഈയിടെ കണ്ടതാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി ഇനി മുതലെങ്കിലും തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസ്. അപ്പൊ ഇനി മുതൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അങ്ങനെ ചിന്തിക്കണം. തിരുക്കൊച്ചി എന്നുള്ള പേര് ഓർമ്മയുണ്ടാവും.